നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് പോവുകയാണേ. ഇപ്പം സമയം 3:50. ഒരു മിനിറ്റ് പറഞ്ഞുതരാം. 3:55. ഇപ്പം ഗൂഗിളിൽ കാണിക്കുന്നത് ഇവിടെ റോഡിന് പണിയെടുക്കുന്നതുകൊണ്ട് കാണിക്കില്ല. 80 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. 5:47 ആകുമ്പോൾ അടുത്തുനിന്നാണ് പറയുന്നത്. എന്നാൽ ശരി, ഞാനിപ്പം ഇതിൻ്റെ മുകളിൽ കയറിപ്പോയി. ഇപ്പോൾ ഇവർ താഴെ കൂടെ ആക്കിയിട്ട് വഴി. അപ്പോൾ അതറിയില്ലായിരുന്നു. പുതിയ റോഡാണ്. നമ്മൾ സാധാരണ ഇതിൻ്റെ മുകളിൽ കൂടെ പോയത് അപ്പുറത്തേക്ക്. ഇത്ര തന്നെ അപ്പുറം വരും തോന്നുന്നു. ഇതിനപ്പുറം ഇത്ര തന്നെ ഒരു വരി ഇത് വരാൻ തോന്നുന്നു, അറിയില്ല. ഇവർ ഇനി പണിയെല്ലാം കഴിഞ്ഞാൽ ഇവർ എന്താണെന്ന് ഉദ്ദേശിച്ചത് എന്താ കാരണം അപ്പുറം മണ്ണെടുക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് താൽക്കാലിക റോഡാണ് കേട്ടോ. ഈ ശരിയായ റോഡ് അപ്പുറം കൂടെ വരുന്നത് കേട്ടോ. ഇന്ന് മഴയില്ല. ഇന്ന് ശനിയാഴ്ച. അങ്ങനെ ഏറ്റുപോയത് കൊണ്ട് പോകുന്നതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ക്ഷേത്രത്തിൽ ഏറ്റ് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ലവകുശന്മാരുടെ ക്ഷേത്രം കാണിച്ചു തരാം. അത് പുൽപ്പള്ളിയിലാണ് വരിക. ശ്രീരാമസ്വാമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കഥയാണ്. ശരിക്കും പറഞ്ഞാൽ ശ്രീരാമസ്വാമിയുടെ അവസാന കാലഘട്ടത്തിലുള്ള കഥ. സീതാദേവിൻ്റെ ശ്രീരാമസ്വാമിൻ്റെ അവസാന കാലഘട്ടമല്ല, അതുപോലെ തന്നെ സീതാദേവിൻ്റെ അവസാന കാലഘട്ടം ഇവിടെയായിരുന്നു എന്ന് പറയപ്പെടും. അത് മറ്റെവിടെയും കേട്ട് പരിചയമില്ല. നോർത്ത് ഇന്ത്യയിൽ ഇതുപോലെ തന്നെ വേറെയും കഥ പറയുന്ന സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് അതൊക്കെ നമ്മൾ യാത്രാമധ്യേ നമുക്ക് പിന്നീട് മനസ്സിലായിക്കോളും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ക്ഷേത്രം ഇതുപോലെ വേറെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. ഇതൊന്നും ഇതെല്ലാം ഉരുക്ക് വേണ്ടിയാണ് കേട്ടോ. ഇരവളം തട്ടിയിട്ടുണ്ടെങ്കിൽ എടുക്കാനും വെക്കാനും ഉണ്ടാവില്ല. കണ്ണൂരിൽ വയനാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ
വെള്ളോടെല്ലാം പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇല്ല, കാറും ബൈക്കും മാത്രമല്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ ആരും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ആവശ്യം വരുമ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ച് പറയും, ഒന്ന് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ കൊടുത്തേക്കാം, ഞങ്ങളെ വീഡിയോ ചെയ്ത് കൊടുത്തേക്കാം. ആയിക്കോട്ടെ, അതിലുണ്ട് ക്യാമറയുണ്ട്. ആൾക്കാരെ വരെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളോ കഷ്ടപ്പെട്ട് നമുക്കറിയാം ആ കഷ്ടപ്പാടത്തോടുണ്ട്. ഇത് കണ്ണൂർ കാടാച്ചിറ കുന്നർക്കത്തിലുള്ള സ്ഥലമാണ് കേട്ടോ. ഇതാ നോക്കിക്കോ, ഇത് നമ്മൾ നേരെ കൂത്തുറമ്പിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് നേരെ കണ്ണൂരിന് വഴിയാണ്. ഈ കാടാച്ചിറ ഇലക്ട്രിക് ഓഫീസിൻ്റെ അടുത്തായിട്ട് വരും. ഇതാണ് ആൾ സന്തോഷാട്ടെ. വാഹന സംബന്ധമായിട്ടുള്ള എന്താവശ്യം ഉണ്ടെങ്കിലും സന്തോഷമാണ് പറഞ്ഞാൽ മതി. സന്തോഷം പണ്ടുന്ന പോലെ ചെയ്ത് കൊടുക്കും അല്ലേ? ബാറ്ററി സംബന്ധമായിട്ടല്ലോ. പിന്നെ ഓൺ ഇന്ത്യയിൽ ചെയ്യുന്നില്ലേ? ഓൺ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. ഇതാ കടേൻ്റെ പേര്. ഇതല്ല കടേൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഓണിന് ചെറിയൊരു വിഷം വന്നപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കൊണ്ട് കാണിച്ചതാണ്. ബാറ്ററി സംബന്ധമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇതാ കുഞ്ഞു കടയാണ്. അദ്ദേഹം പിന്നെ വിളിച്ചു പറഞ്ഞാലും മതി അല്ലേ? അദ്ദേഹം ഇവിടെ വന്നോളൂ. ഞായറാഴ്ച പ്രശ്നമൊന്നുമല്ലോ. എവിടെയും വഴിക്കലായി പോയിട്ടുണ്ടെങ്കിൽ എന്താ പേര്? സന്തോഷ്. ഒന്ന് ഫോൺ നമ്പർ പറഞ്ഞേ. 9961003262. കാറും അതുപോലെ ഓട്ടോറിക്ഷ പിന്നെ ബൈക്ക് ബാറ്ററി ഉള്ള വണ്ടീൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ, പിന്നെ ഇലക്ട്രോണിക് സംബന്ധമായിട്ടല്ല അല്ലേ, അതാദ്യം പറയണമല്ലോ. ഇലക്ട്രോണിക് സംബന്ധമായിട്ടില്ല, ബാറ്ററി സംബന്ധമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ അദ്ദേഹം വന്ന് ശരിയാക്കി തരും കേട്ടോ. എന്നാൽ നല്ല നമസ്കാരം. നമ്മൾ വയനാട്ടിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹത്തെ കണ്ടു. ഒരോടായി ഇവിടെ വന്നിട്ടൊന്ന് അദ്ദേഹത്തോട് കാണിക്കണം. അപ്പോൾ അദ്ദേഹം ഓണൊന്ന് ശരിയാക്കി തരുന്നുണ്ട്. ഒരു ഓണിന് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നല്ല നമസ്കാരം. ആചാരം പോലും എത്രയോ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അനക്കെന്നെ തിരിവന്ന് പോയിട്ടുണ്ട്. എന്നിട്ടോ നമ്മളെപ്പോലുള്ള ആൾക്കാരെ കാണുമ്പോൾ പുച്ഛിക്കുക, പരിഹസിക്കുക, പിന്നെ നമ്മളെ മോശമായ രീതിയിൽ കമൻറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളതൊന്നും ചിരിച്ചങ്ങ് തള്ളിക്കളയല്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സും അദ്ദേഹത്തിൻ്റെ ബുദ്ധി അത്രേ വളർന്നിട്ടുള്ളൂ. അപ്പോൾ വളർച്ചയില്ലാതെ ഒരു വ്യക്തിയോട് നമ്മൾ എന്ത് പറഞ്ഞെന്താ കാര്യം? ഒരു കാര്യമില്ല. നമ്മൾ ഇത്ര സമയം സാധനം ഇത് ഉണ്ടാക്കിയിട്ടുള്ള ആ ഊർജ്ജം നമ്മൾ വെറുതെ നശിപ്പിക്കുകയും പിന്നെ വെറുതെ നെഗറ്റീവിൻ്റെ മോഡിലിട്ടിട്ട് സ്വർണ്ണമാണോ അല്ലെങ്കിൽ മുക്കുകൊണ്ടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഉരക്കാൻ നിൽക്കണ്ടല്ലോ, അങ്ങ് ചാടിക്കളിയാണ്. സ്വർണ്ണമായാലും നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ എന്താവും? അതും നമുക്ക് നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുണ്ടാക്കിയ ഊർജ്ജം, ആ ഒരു പോസിറ്റീവ് എനർജി, അത് അനാവശ്യമായിട്ട് മറ്റുള്ളവരെ കളയാൻ നിൽക്കുന്നു. ഞാനിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിലെ നെഗറ്റീവ് ഞാൻ പറയാൻ നിങ്ങളോട് നിൽക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രത്തിലെ നെഗറ്റീവ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇല്ലായ്മ ചെയ്യാം. അത് അവരോട് പറഞ്ഞോളൊന്നല്ല, അവിടുത്തെ മൂർത്തിയും ഞാനും തമ്മിലുള്ള ബന്ധം കൊണ്ടാണ്. നല്ലൊരു മെക്കാനിക്കാണെങ്കിൽ അയാൾക്ക് വണ്ടിയുടെ ശബ്ദം കേട്ടതിന് മനസ്സിലാവും, എഞ്ചിൻ്റെ വർക്ക് കണ്ടാൽ മനസ്സിലാവും അദ്ദേഹത്തിന് എന്താ കേട് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രേ എനിക്കും പറയാനുള്ളൂ. നല്ലൊരു ക്ഷേത്രമാണെങ്കിൽ അവിടെ നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആണെങ്കിൽ നമുക്കത് മനസ്സിലാവും. നെഗറ്റീവ് ആണെങ്കിലോ അതും നമുക്ക് മനസ്സിലാവും. പക്ഷെ അവിടെ ഇരിക്കുന്ന വിദ്യയൊക്കെ അത് മനസ്സിലാവുന്നില്ല. അത്രേ ഉള്ളൂ. അവിടുത്തെ മൂർത്തി ക്ഷണിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം ഒരു അഘോര ഉപാസനയിൽ ഏറ്റവും ഷൗട്ടിങ് കൂടുതലുള്ള ഒരു ഉപാസന രീതിയാണ് നമ്മളത്. കാരണം വെച്ചാൽ നമുക്ക് അതീവ രുദ്രതയും കോപവും എല്ലാം ഉള്ള ആളാണ്. പക്ഷെ നമ്മളതൊക്കെ ഋഷിയന്മാർ പണ്ടുകാലങ്ങളിലെ ഋഷിയന്മാർ തപസ് ചെയ്ത് ഓരോ വരങ്ങൾ വാങ്ങുന്നത്
വാങ്ങുന്നില്ല. എന്തിനാ വാങ്ങുന്നത്? അസുരന്മാർ വരം ചോദിച്ച് വാങ്ങുന്നില്ലേ? അതെന്തിനാ വാങ്ങുന്നത്? അപ്പം എല്ലാവർക്കും ആവശ്യമുണ്ട്. ദേവന്മാരും ദേവിമാരും തപസ്സിൽ നിന്ന് വരം വാങ്ങുന്നില്ലേ? അതെന്തിന്? ഇപ്പം നമുക്കില്ലാതൊന്നും മറ്റൊന്നും എടുക്കുക, അത് നമ്മളെന്താക്കുക, നമ്മൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. ആ ഒരു തത്വമാണ്. ഈ യാത്രക്കിടയിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരിക. നിങ്ങൾക്കത് ശരിയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ഉൾക്കൊള്ളുക. ഞാൻ പറയുന്നത് നെഗറ്റീവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് ഉപേക്ഷിക്കുക. പിന്നെ ചില വാക്കുകൾ അത് സങ്കടം കൊണ്ടാണ്, വേറൊന്നും കൊണ്ടൊന്നുമല്ല. കാരണം നമ്മളാരും പരിഗണിക്കൊന്നും വേണ്ട, പക്ഷെ അവമാനിക്കരുത്, അത്ര മാത്രമേ ഉള്ളൂ. നമ്മളാരും പരിഗണിക്കേണ്ട, നമ്മളാരും അംഗീകരിക്കേണ്ട, ഒന്നും വേണ്ട. നിങ്ങളെ മറ്റുള്ളവർ സഹായം ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും. ഇഷ്ടംപോലെ പോത്തുകൾ ഇറക്കിയിട്ടുണ്ടല്ലോ. എരുമേനെ കണ്ട കാലം മറന്നു. അതാ അടുത്ത് ആ പറമ്പ് നിറയെ ഇത്ര എരുമയാണ്. എരുമ ഇല്ലായിട്ടല്ല, എരുമയുണ്ട്. ഇപ്പം എരുമ പണിയെടുക്കാൻ മടിയാണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് മേയ്ക്കാൻ മടിയിൽ പറമ്പ് വേണ്ടേ, എല്ലാം റോഡായില്ലേ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളെ ഉള്ളിൽ തുറന്നിട്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും സംസാരിക്കാറ്. മനസ്സിലൊന്ന് പുറത്തൊന്നും എൻ്റെ മനസ്സിലില്ല. ഞാൻ ഈ പുറമെ നിങ്ങളോട് സംസാരിക്കുന്ന അതേ മനസ്സിൽ തന്നെ ഞാൻ. അത് യോഗിയായാലും സിദ്ധനായാലും എന്തോ ആയിക്കൊള്ളട്ടെ, ഞാൻ നിങ്ങളോട് കാണിക്കുന്ന ഈ സ്നേഹവും ബഹുമാനവും അത് പുറമേ കണ്ടു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ മറ്റൊന്നും അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഭർത്താൻ പോകുമ്പോൾ എൻ്റെ ശ്രദ്ധ വേറൊന്നെങ്കിലും പോകുമ്പോൾ അതിനോടൊന്നും ദേഷ്യം തോന്നരുത്. ഈ ഒരു അവസ്ഥയിലേക്ക് വന്ന ഒരാളാണ്. മറ്റൊരവസ്ഥയിൽ നിന്ന് അത് ആ ഒരു എന്താ പറയുക, ആ ഒരു ലോകത്തുനിന്ന് ഈ ഒരു ലോകത്ത് വന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ആ മറ്റൊരു ആനന്ദ അനുഭൂതിയിൽ നിന്ന് ഈ ആനന്ദ അനുഭൂതിയിലേക്ക് വന്നതാണ്, മായ ആനന്ദ അനുഭൂതിയിലേക്ക് വന്നതാണ്. ഇതൊന്ന് പഠിക്കാൻ വേണ്ടി വന്നതാണ്, അല്ലാണ്ട് മറ്റാരും ദ്രോഹിക്കാനോ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനൊന്നുമല്ല. ഞാൻ പഠിക്കണോടൊപ്പം എനിക്ക് കിട്ടാതായി പോയത് നിങ്ങൾക്ക് കിട്ടണം. എനിക്കൊന്നും ആരും പറഞ്ഞു തരാണ്ടായിരുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ട് കണ്ടെത്തിയതും മറ്റുള്ള ഗുരുക്കന്മാരിൽ അവർക്ക് പാദസേവ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ വാങ്ങിയെടുത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മളെ കൈവച്ചുണ്ട്. അതൊന്നും നമ്മൾ അനാവശ്യമായിട്ട് ദുരുപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആരെയും വേദനിപ്പിക്കാനും ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ശരിയെന്ന് തോന്നിയത് മാത്രമേ നാം ഈ സംഭവം ചെയ്തിട്ടുള്ളൂ. നമ്മളൊരാളെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ ശത്രുവായാലും ശരി, നമ്മളയാളെ സഹായിച്ചിരിക്കും. അതിന് ആരെന്ത് പറഞ്ഞാലും ശരി. നമുക്കിവിടെ ശത്രുക്കളുമില്ല, മിത്രങ്ങളുമില്ല. മനസ്സിലായല്ലോ? നമുക്കെല്ലാവരും ഒരുപോലെ തന്നെയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഞാൻ ശത്രുവായിട്ട് ആരും കാണുന്നില്ല, പ്രത്യേകിച്ച് ആരും മിത്രമായി കാണുന്നില്ല. എല്ലാവരും എനിക്ക് തുല്യർ തന്നെയാണ്. അവരുടെ അറിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ പറയുന്നു, ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. എൻ്റെ അറിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു, ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ശരിയാവണമെന്നില്ല. നിങ്ങളുടെ അറിവിലുള്ള കാര്യങ്ങൾ എനിക്കും ശരിയാവണമെന്നില്ല. കാരണം നമ്മൾ ഒരു മെക്കാനിക്സ് ആ ലെവലിൽ പഠിച്ചു വന്ന ഒരാളാണ് അല്ലേ. ഒരു ട്യൂഷൻ സെൻ്ററിൽ നിന്ന് പഠിച്ചു വന്നു പറഞ്ഞില്ലേ, അതുപോലെ ഒരു സെൻ്ററിൽ നിന്ന് പഠിച്ചു വന്ന ഒരാളാണ്. പിന്നെ ജീവിതാനുഭവമാണ് ഏറ്റവും വലിയ പാഠങ്ങളും. സഹിച്ചു വന്ന ഒരാൾക്ക് ഒരിക്കലും മറ്റൊരാളെ കുത്തിവേദനിപ്പിക്കാൻ ആഗ്രഹിക്കില്ല. അപ്പോൾ നമ്മൾ നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കാനും വിഷമിപ്പിക്കാനും ഒന്നുമല്ല വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും പിന്നെ എനിക്ക് കിട്ടാതെ പോയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ടുമാണ്. ഓൾറെഡി ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊറോണ ശേഷമാണ് എനിക്കത് പറ്റാതായി പോയത്. എന്നിട്ടും മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് നമുക്ക് അവർ സഹായം ചെയ്തു തരുമ്പോൾ അത് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചികിത്സാ സമ്പ്രദായത്തിനായാലും കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇതിനായാലും നമ്മളെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമുക്കത് കൊടുക്കാനുള്ള സാമ്പത്തികമല്ല അവർ തരുന്നത്. ചെറിയ പൈസ ജനസമാനിക്ക് എണ്ണ പോലും അടിക്കാൻ എത്തില്ല. എണ്ണ പോലും അടിക്കാൻ എത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പൈസ തരുന്നത്. അവർ ചെറിയൊരു പൈസ തന്നിട്ട് എണ്ണ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും തിരിച്ചു വരാൻ എണ്ണ അടിക്കണമെങ്കിൽ ഞാനെന്ത് ചെയ്യും? അത് മറ്റേടത്തും കടം വാങ്ങേണ്ടി വരും.
അതാണ് ഇപ്പോഴത്തെ അവസ്ഥയുള്ളത്. മുമ്പിട്ട് അങ്ങനെയല്ല. മുമ്പിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ഷേത്രം ചിത്രീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഹാരത്തിൻ്റെയും എണ്ണേൻ്റെയും പൈസ വെച്ച് കഴിഞ്ഞാൽ ബാക്കി പൈസ ഞാൻ ജീവകാരുണ്യ പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ മറ്റുള്ളവർക്ക് പാവപ്പെട്ട് കൊടുക്കുകയും ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രക്കാർ അവരുടെ അടുത്ത് ഇല്ലാതുകൊണ്ടല്ല അവർ തരാത്തത്. അവർ എന്നെ വിലയിരുത്തിയത് അത്ര ആ ചെറിയ പൈസക്ക് മാത്രമേ അവരെന്നെ കാണുന്നത്. അവർ പിന്നെ മഠത്തിൻ്റെ കീഴിലുള്ള ആൾക്കാർക്ക് അവർ 30,000 20,000 കൊടുത്തിട്ട് അവർ എന്ത് ചെയ്യും, അവരെ കൊണ്ടുവന്ന് പ്രഭാഷണവും കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ കാണിക്കുന്നത് ചിത്രീകരണവും ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കുകയുണ്ട്. കാരണം ആ ചുറ്റുവട്ട പൊട്ടക്കിണറ്റിലുള്ള തവളേനെ പോലെ ആ ലോകം മാത്രമല്ല കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ കാണിച്ചു കൊടുക്കുന്നത് പല വിദേശ രാജ്യങ്ങളിലും നമ്മളെ വീഡിയോ എത്തുന്നുണ്ട്. ഇനി ഭാവിയിൽ എത്തുകയും ചെയ്യും. നിങ്ങൾ ഇതിൽ ചിത്രീകരിക്കുന്ന ഓരോ വീഡിയോ ഇപ്പം അത് ഇതിലേക്ക് വന്നിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് വരും. ഈ സംഭവമുണ്ടായ അനുഭവങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ ജീവിതാനുഭവങ്ങളും ആണ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. കേട്ടോ, എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോടും പറയുന്നത് തന്നെയാണ്. എത്ര കാലം നമ്മളുടെ ഭൂമിയിലുണ്ടാവുക? എല്ലാ കാലത്ത് വെറുതെ മസിലും പിടിച്ച് മറ്റുള്ള കൂട്ടരെ ഒറ്റവും കുറവും പറഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ള പോരായ്മ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നതിൽ നല്ലത് നമ്മളെ പോരായ്മകൾ മനസ്സിലാക്കിയിട്ട് അത് തിരുത്തി കൊണ്ടുവന്ന് നമുക്ക് വേണ്ടുന്ന ഊർജ്ജം നമ്മൾ കഴിച്ചിട്ട് ലൈഫിലാകുമ്പോൾ പോവുക. അതല്ലേ വേണ്ടത്. ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ? അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാരണം നിങ്ങൾ എൻ്റെ സ്വന്തം കുടുംബമായി കാണുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റുള്ള ഒരു അന്യരായിട്ട് ഞാൻ ആരെയും കാണാറില്ല. പിന്നെ ഞാൻ വേറെ കൂടെ പറഞ്ഞുതരാം. ഞാൻ പറയുന്ന വാക്കുകൾ ഓരോ ശ്രദ്ധാപൂർവ്വം കേട്ടിട്ട് വേണം കമൻറ്റ് ചെയ്യാൻ. ഇപ്പോൾ എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക്